ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് അനുവദിച്ച് തന്നിരിക്കുന്ന വ്യാപാര ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബിൽഡിങ്ങിൽ ഒരാൾ കച്ചവടത്തിൽ നടത്തുന്നതിനുള്ള ലൈസൻസ് പഞ്ചായത്തിൽ നിന്നും വാങ്ങി അയാൾ വ്യാപാരം അവസാനിപ്പിക്കുകയാണ്, അയാൾ കച്ചവടം പൂട്ടിപ്പോവുകയാണ്. സോ അതെങ്ങനെ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യും? അതായത് ആ ഒരു ബിൽഡിങ്ങില് മറ്റൊരാൾക്ക് ആ ഒരു വർഷം തന്നെ ലൈസൻസ് എടുക്കണമെങ്കിൽ പിന്നെ പോസിബിൾ ആയിരിക്കില്ല. ഓൾറെഡി ലൈസൻസ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും പഞ്ചായത്ത്. അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ പഴയ ആളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. അതെങ്ങനെ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ILGMSന്റെ വെബ്സൈറ്റ് വന്ന ശേഷം ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ യൂസർ ID ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. എങ്ങനെയാണ് യൂസർ ID പാസ്വേഡ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ കാണിച്ചതാണ്. അതിനുശേഷം താഴേക്ക് വരിക. നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ ലാംഗ്വേജ് മലയാളമാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലാംഗ്വേജ് ഒരു തവണ മലയാളമാക്കി കഴിഞ്ഞാൽ പിന്നീട് മാറില്ല. സോ അത് മലയാളം തന്നെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ലൈസൻസുകളും അനുമതികളും എന്നുള്ള ഭാഗത്ത് ഫസ്റ്റ് സെക്ഷനിൽ തന്നെ നമുക്ക് സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത് അറിയിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓഫീസിന്റെ തരം എന്നുള്ള ഭാഗത്ത് ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് ഓഫീസിന്റെ തരം എന്നുള്ള ഭാഗത്ത് ഏത് പഞ്ചായത്തിലേക്കാണോ നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതം സെലക്ട് ചെയ്ത്, വിഭാഗം എന്നുള്ള ഭാഗത്ത് പൊതുവിഭാഗമാണെങ്കിൽ അത്, SC/ST ആണെങ്കിൽ അത്, BPL ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് അപേക്ഷനെ സംബന്ധിക്കുന്ന ഡീറ്റെയിലുകളാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് ലൈസൻസിലുള്ളത് പോലെ തന്നെയായിരുന്നു നമ്മൾ കൊടുക്കേണ്ടത്. രേഖയുടെ തരം എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. തിരിച്ചറിയൽ രേഖ നമ്പർ എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡ് നമ്പറും അപേക്ഷകന്റെ പേര് എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡിലെ പേര് അല്ലെങ്കിൽ ലൈസൻസിലുള്ള കൃത്യമായിട്ടുള്ള പേരും തന്നെയായിരുന്നു നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് കസ്റ്റമറുടെ മൊബൈൽ നമ്പർ, അതായത് പഞ്ചായത്തിൽ നിന്നും ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ വിളിച്ചാൽ കിട്ടുന്ന ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് മേൽവിലാസമാണ്. ഇതിനകത്ത് ഈ ഒരു വ്യക്തി ഈ ഒരു തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിലാണെങ്കിൽ നമ്മൾ ഓപ്ഷൻ ഒന്നും മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാ തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിലുള്ള വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിനുള്ളിൽ കൊടുക്കുക. ഇനി കേരളത്തിനുള്ളിലുള്ള വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്ത് കൊടുക്കുക. അതിനുശേഷം ഡീറ്റെയിലുകൾ പൂരിപ്പിച്ച് കൊടുക്കുക. ഇവിടെ സ്റ്റാർ കാണുന്ന ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പൂരിപ്പിക്കാനുള്ളത്. മറ്റൊന്നും നമ്മൾ ഇതിലേക്ക് പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇവിടെയുള്ള ടിക്ക് ബോക്സ് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു അപേക്ഷ തയ്യാറാക്കുക എന്നുള്ളതാണ്. രണ്ട് രീതിയിൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അതായത് ഒന്ന് മാനുവലായിട്ട് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മറ്റൊന്ന് നമ്മളൊരു വെള്ളക്കടലാസിൽ അപേക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനും സാധിക്കും. നമ്മൾ ഫയലാണ് അപ്ലോഡ്, നമ്മളങ്ങനെ വെള്ളക്കടലാസിൽ എഴുതിയ അപേക്ഷയാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ അറ്റാച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഫയലെന്നോ അല്ലെങ്കിൽ അപേക്ഷ എന്നോ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചൂസ് ഫയൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു വാർഡ് നമ്പർ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ പോസ്റ്റ് ഓഫീസിന്റെ സാധാരണ പോസ്റ്റോ രജിസ്റ്റേർഡ് പോസ്റ്റോ ഏതെങ്കിലും സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ശരി ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു കൺസെന്റ് ഫോം ആണ്, അതായത് സത്യപ്രസ്താവനയാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലുകളൊക്കെ കറക്റ്റ് ആണെന്നുള്ളതാണ്. നമ്മൾ കൺസെന്റ് കൊടുക്കലാണ്. കൺസെന്റ് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. കൺസെന്റ് ബോക്സ് ടിക്ക് ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു ക്യാപ്ച കൂടി എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു അപേക്ഷ ലോക്കൽ ബോഡിയിലോട്ട് പോകുന്നതാണ്. പ്രത്യേകിച്ച് അപേക്ഷ ഫീസോ കാര്യങ്ങളോ നമ്മൾ ആദ്യം തന്നെ അടക്കാനില്ല എന്നുള്ള കാര്യം ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക.